ശ്രേയാംസ് കുമാറിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ പാർട്ടിക്കും ഇനി നല്ലത് UDF ആണെന്നും അവരെ UDFിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നും നാഷണൽ ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ ജോൺ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഔദാര്യമായി നൽകിയ MP സ്ഥാനം കൊണ്ടാണ് വീരേന്ദ്രകുമാർ 2018 LDFിലേക്ക് പോയത്. ഇതൊരു രാഷ്ട്രീയ വഞ്ചനയായിരുന്നുവെന്ന നിലപാടെടുത്ത് നാഷണൽ ജനതാദൾ രൂപീകരിച്ചു. UDFിൽ അംഗത്വം നേടി മുന്നോട്ടു പോയത് ശരിയാണെന്ന് കാലം തെളിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാതലായ മാറ്റങ്ങളുണ്ടായി. LDF മുങ്ങുന്ന കപ്പലാണെന്ന് ഘടകകക്ഷികൾക്കും തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവർക്കാവശ്യപ്പെട്ട രാജ്യസഭാ സീറ്റ് പോലും CPM മാണി ഗ്രൂപ്പിന് നൽകി കീഴടങ്ങിയതെന്നും ജോൺ പറഞ്ഞു. LDFിലെ ഘടകകക്ഷികളെ എടുത്തു നോക്കിയാൽ പല ഘടകകക്ഷികളും പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുന്നു എന്നതിന്റെ സൂചനകൾ. ഇത് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നത് എക്കാലത്തും മനസ്സിലാക്കുന്നതും CPM തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അവകാശപ്പെട്ട 2 സീറ്റ്, അവർ മുന്നണിക്ക് അവകാശപ്പെട്ട 2 സീറ്റുകൾ, അവർക്ക് അവകാശപ്പെട്ട ഒരു സീറ്റ് പോലും മാണി ഗ്രൂപ്പിന് കൊടുത്ത് സറണ്ടർ ചെയ്യേണ്ടുന്ന സ്ഥിതിയിലേക്ക് CPM എത്തിച്ചേർന്നത് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറ്റാരേക്കാളും CPM മനസ്സിലാക്കുന്നു എന്ന കാരണം കൊണ്ട്. നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറിമാരായ P. പ്രദീപ് കുമാർ, ചോലക്കര മുഹമ്മദ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് PP അഷറഫ്, യുവ ജനതാദൾ പ്രസിഡന്റ് AP യൂസഫ് അലി മാടത്തൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.